4 പേര് അവിടെ ഉണ്ടല്ലോ. ആരൊക്കെയാണ് 4 പേര്? കണ്ണാടി വെക്കായിരുന്നു, വെക്കുന്നുണ്ട്. കൂളിംഗ് ഗ്ലാസ് വെക്കായിരുന്നു വെച്ചപ്പോൾ ഏതാണ്ട് ഒരു അസ്വസ്ഥത പോലെ. കുറച്ച് ദിവസമായി വണ്ടിക്കകത്ത് കിടക്കുക. ഞാനെടുത്ത് വണ്ടിക്കകത്ത് ഇട്ടിട്ട് പിന്നെ എടുത്തതേ. അങ്ങനെ ഉണ്ട് എൻ്റെ പുത്തൻ ഗ്ലാസ്. പുത്തനല്ല, ഒരു വർഷമായി. ഫുള്ളാ സാധനം. കാണാൻ പറ്റുന്നില്ലേ? റാണീസ് വേൾഡ്. റാണീസ് ബ്ലോഗാണ് എൻ്റെ. റാണീസ് വേൾഡ്. ഹായ് സുഭാഷ് ചേട്ടാ, ലൈവിലേക്ക് സ്വാഗതം. ലൈക്ക് 23. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ചുമയൊക്കെ കുറവുണ്ടോ? റാണിമോൾ എവിടെ? ചേട്ടൻ്റെ റാണിമോൾ എവിടെ? രാവിലെ കൂട്ടിലാണോ? ഹായ് സുഭാഷ് ചേട്ടാ, പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറവില്ലേ? അയ്യോ, മെയിനായിട്ട് ആൻറ്റിബയോട്ടിക് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അത് തന്നെ ഉള്ളു മാർഗം. 5 ദിവസം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പോയി ഡോക്ടറെ കാണണ്ടേ? കുറവില്ല എന്ന് പറയുന്നത് കൂട്ടിലാണോ? റാണീസ് കൂട്ടിലാണല്ലേ? ചേട്ടന് വയ്യാന്നുണ്ടെങ്കിൽ റാണീസിൻ്റെ കാര്യവും കഷ്ടത്തിലാണ്. കൂട്ടി തന്നെയല്ലേ? പാവം റാണീസ്. ഇടയ്ക്കൊക്കെ ഇറക്കണം. മെഡിസിൻ കഴിച്ചു. മുഖത്തൊക്കെ പാടായോ? അലർജി ഉണ്ടോ? അപ്പം ചില മെഡിസിനുകൾ, ടാബ്ലറ്റ്സ് ഒക്കെ ചിലപ്പോൾ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവും. അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കും അലർജി വല്ലതും ഉണ്ടോ, മുമ്പ് വല്ലതും അലർജി ഉണ്ടോ എന്നൊക്കെ ഡോക്ടർമാർ ചോദിക്കും. ആൻറ്റിബയോട്ടിക് വേണ്ട. ആഹാരം നല്ലപോലെ കഴിക്കണം കേട്ടോ. വിശപ്പൊന്നും കാണത്തില്ല, വായിക്ക് രുചിയൊന്നും കാണത്തില്ല, എന്നാലും നമ്മൾ ആ സമയത്ത് ആഹാരം കഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. ഈ ടാബ്ലറ്റിൻ്റെ ഒക്കെ എഫക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. ഞാൻ രാവിലെ പുതുപ്പള്ളിയിലാണ് ചേട്ടാ. ചുമ്മാ ഇറങ്ങി, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചെന്നാൽ ലൈവ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്നാ അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് എന്നാ സുഭാഷ് ചേട്ടൻ? കൊല്ലത്തിന് ഇനി എപ്പോഴാണ് വരുന്നത്? ഒരാഴ്ച ഒരു വകയും അതാണ്. ആഹാരം കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആഹാരം കഴിക്കണം. ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുമ്പോൾ നല്ല ആഹാരം തന്നെ നമ്മൾ കഴിക്കണം. കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയും പയറും ഒക്കെ 3 നേരവും കഞ്ഞിയും പയറാക്കി അത്ര അപ്പോൾ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. എന്താ പറയുന്നത്, മരുന്നിൻ്റെ അത്ര എഫക്റ്റ് നമുക്ക് അടിക്കത്തില്ല ശരീരത്തിൽ. അല്ലെങ്കിൽ പിന്നെ അത് ദോഷമായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും ആഹാരം നമ്മൾ കഴിച്ചില്ല. ഒരു പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോകണം ആഗ്രഹമാണ്. ഒരു കോട്ടയത്ത് വരുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ കൊണ്ടുവരാം. കോട്ടയത്ത് ട്രെയിൻ ഇറങ്ങിയിട്ടേ നേരത്തെ പറയണം, ഇന്ന ദിവസം ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കോട്ടയത്ത് ട്രെയിൻ ഇറങ്ങുമ്പോൾ, ട്രെയിനാണെങ്കിലും ബസ്സിനാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കാം. ഇപ്പോഴത്തെ നമ്മുടെ അച്യുതാനന്ദൻ ഇപ്പോൾ ആലപ്പുഴ എത്തിക്കാണും. അടുത്ത മാസം ഡോക്ടർ അടുത്ത് ചെക്കപ്പ് ഉണ്ട് കണ്ണിന്. ആണോ? കോട്ടയത്ത് ഏത് ഹോസ്പിറ്റലാണ്? കോട്ടയത്ത് പോലും പിന്നെ കോഴിക്കോട് അവിടെ മെഡിക്കൽ കോളേജിലാണോ ഡോക്ടറെ കണ്ടത്? ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തതൊക്കെ